ഡിയാസന ഇന്ത്യ മേടിച്ചൊന്നും കാരിയറായിരുന്നു. അവൾ വെറുതെ ഇരിക്കത്തില്ല, അവളുള്ള സത്യം തെളിയിക്കും. വീണ്ടും നീ നാറും. ഇതിനാ ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ച് നിൽക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല, അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. റസൂൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ ഇക്ക, എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും ഇക്ക, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ ഇക്ക. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. നമസ്കാരം. സജനയുടെ പുതിയ ഇൻ്റർവ്യൂക്ക് ശേഷം ഫിറോസിൻ്റെ പുതിയൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഫിറോസ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേട്ടു നോക്കാം. ഇതിൽ ഒരുപാട് തെളിവുകൾ ഫിറോസ് വെക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടത് ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നുമല്ല. എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്? അപ്പോൾ ഇത്രയും 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല, അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, സജനയുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായത്തൊന്ന് എന്തോന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ അവർ ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഇവളെ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചതായിരുന്നു. വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് കാലുപിടിക്കുന്നുണ്ട്. ആ ഓഡിയോ എടുത്ത് ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക്, ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സുള്ളെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അതൊക്കെ മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ച് നിൽക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? അതേണക്ക് നിൻ്റെ കൂട്ടുകാരികളെക്കുറിച്ച് ആ ദിയാസന പുറത്ത് വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്ത് വന്ന് പറയത്തില്ലെന്ന് നിനക്ക് തോന്നുന്നു? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്നറിയാം എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ആ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ
ഒരുപാട് പേരെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ ഒന്നെന്തായാലും കേട്ടു. പക്ഷേ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറേ അലിഗേഷൻസ്. അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് സജന ഇവള് പറയുന്നുണ്ട്, എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിൻ്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കുന്നുണ്ട്, അപ്പം നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്. അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് വിശേഷം? അപ്പം ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവള് ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ്,
സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ഇത് ആരുടെ നെയിൽ പോളിഷാണ്, അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണമുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങേര് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അങ്ങേർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എൻ്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൊടുത്തില്ലെങ്കിൽ സച്ചിന് ഈ ഇവര് ജില്ല വിട്ട് ഓടിപ്പോകേണ്ട സമയം കഴിഞ്ഞു. വേറെ ഒരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരിട്ട് തല്ലുപിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. അയ്യോ, ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയെന്ന് ആദ്യമൊക്കെ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്ന് ഈ പറഞ്ഞ റസിൽ പൂക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസിൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്കല്ലാണ്ട് എനിക്ക് ആരും ഇല്ല, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പൂല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവർ വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവൾ സംസാരിക്കും. എൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പൈസ വേണം. എടാ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി വിട്ടു എന്ന് ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവള് പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജനെ എയർപോർട്ടിൽ കയറ്റി വിട്ടാലാണ് പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ സജന വന്നത് അവള് വൃത്തിയിട്ടവളാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും. അപ്പം ഞാൻ കയറ്റിവിട്ട എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ അപ്പൊ അതിനു മുമ്പ് ഇവള് നാട്ടിൽ നിന്ന് ഇടക്കിടക്ക് നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് ആ ചെക്കൻ്റെ ഇപ്പൊ ഇന്നാളെ ഒരു അലിഗേഷനൊക്കെ വന്നല്ലോ, അവന്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളീനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവള് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ നിന്റെ മറ്റേ എക്സ് ഗേൾഫ്രണ്ടിന്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് വന്നിരുന്ന് പറയണം, എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ അവൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തത്. വിളിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ഷിയാസ്, അത് തന്നെ, ആ ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അപ്പൊ അവനെ വിളിക്കും. സജിന കണ്ടില്ലേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നോ സജിന? അവളുടെ കൂടെയാണ് ഫിറോസ് വീഡിയോ ഇട്ടേക്കണം. ഇവരൊക്കെ മൂപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവള് ഇവിടെ ഇരുന്നത് നീ എനിക്കൊരു ഇന്റർവ്യൂ ശരിയാക്കി തടാ, ഞാൻ വന്നിരുന്ന് സംസാരിക്കട്ടേടാ, ഫിറോസിനെ എനിക്ക് പറയണോടാ. കാരണം ഇവള് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾട്ടയായി. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് സജനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്നോട് വെച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ കാണാത്തത് പറയില്ല, അതുകൊണ്ട് ഫിറോസ്ക്ക് എനിക്ക് അവളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, ശരി മോളെ എന്നും പറഞ്ഞിട്ടാ വെച്ചത് ഫോൺ. ഓക്കെ, നിനക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ എന്നെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് പിന്നെയും സജനയുടെ മേത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനെ കുറിച്ച് സജന പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ഫോളോവേഴ്സ് സജനക്കില്ല. അന്ന് ഇവൾ ഫ്രോഡാണ്, കുടുംബം കലക്കി എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അവളുടെ ആ ഫോട്ടോയുടെ നടുക്ക് ഒരു ഇങ്ങനെ എഴുതിയിട്ട് അവൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ റസൂൽ പൂക്കുട്ടി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇരിക്കണം, ഇയാള് എന്നെ വിളിക്കല്ലേ സജന എന്ന് പറഞ്ഞ് പോയ ആൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും, ലക്ഷ്മി വിളിച്ചിട്ട് കരച്ചിലാണ്, വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇയാള് എൻ്റെ അടുത്ത് പറഞ്ഞു ബോംബെ പോയപ്പം. അപ്പം ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനുണ്ട്, വേറൊരു കുട്ടിയുണ്ട്.
അപ്പം അവൾ നല്ലൊരു മര്യാദക്കാരി കൊച്ചാണ്. അപ്പം ഇവരൊക്കെ ഒറ്റ ഗ്യാങ് ആണെങ്കിൽ പോലും ഇവളുടെ ക്യാരക്ടർ ആരും എന്താ പറയുക ഇങ്ങനെ അനുകരിക്കുന്ന ആൾക്കാരല്ല. ഇവളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ പൊട്ടകളും അല്ല അത്. അപ്പം ഞങ്ങൾ എന്തെടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബോംബെ പോകുന്നു. ഇവൾക്ക് ബോംബെ എന്ന് കേട്ട പിളക്കം, എനിക്കിപ്പോൾ പോകണം, ഞാനും വന്നടി എന്നെയും കൊണ്ട് എനിക്ക് റസൂൽഖാനെ കാണുന്നു ഇവള് ബഹളം വെച്ചിട്ട്. അപ്പം അപ്പളെ ആ കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി ഈ സജന ഉണ്ടെന്നാണെങ്കിൽ ഞാൻ വരൂലട്ടെ, എന്നെ ഒഴിവാക്ക്. സജന ഉണ്ടെങ്കിൽ ഞാൻ മോനെ അവളുടെ കാശ് എടുത്തിട്ട് വരണേന് നമുക്കെന്താ, അവൾ വന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് റസൂൽ പറയണത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയല്ലേ, സജനയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, സജനയുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. എന്ത് പ്രശ്നം, അവൾക്ക് ആണുങ്ങളുടെ കേസ് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ഇവളൊന്ന് ഇതിലൊന്ന് ചേർക്കാമോ എന്ന് വെച്ചപ്പം മറ്റേ കൊച്ചിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല ശരി എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഇയാളുടെ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ ഇല്ലാത്ത സമയത്ത് ആ സ്റ്റുഡിയോയിൽ അയാളുടെ കസേര കയറി ഇരിക്കുക, കറങ്ങുക. ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സജനന. എന്നിട്ട് ബിസിനസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മൂന്നരും ഈ രാവിലെ എഴുന്നേറ്റിട്ട് സൂറത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇത് തപ്പിയൊക്കെ വൈകുന്നേരം ഇവർ രണ്ടുപേരും റൂമിലാണ്. ഇവർ ഭയങ്കര എൻജോയ്മെന്റാ. ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ ദുബായിൽ വന്ന സജന എപ്പോൾ നോക്കിയാലും എൻ്റെ ഇക്ക വിളിച്ചില്ല, എൻ്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല, എൻ്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല എന്ന് പറയും. ഭയങ്കര ബഹളം. ഇവൾക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിലൊന്നുമല്ല ശ്രദ്ധ. അതിൻ്റെ ഇടയിൽ ഇയാൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സജന തലവേദനയാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, എനിക്ക് പുള്ളിക്കാരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവൾ വല്ലാത്തൊരു ക്യാരക്ടറാണ്, ടോക്സിക് ക്യാരക്ടറാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സജന ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ കയറി വന്നു. ഷാലു എന്ന് പറഞ്ഞ പെങ്കൊച്ചുമായിട്ട് കൂട്ടുകൂടിയപ്പോഴത്തേനും ഒരു ദിവസം ഈ ഷാലുവിൻ്റെ വീട്ടിലാണ് പിന്നെ സജന നിൽക്കണമെന്ന് തോന്നുന്നത്. കാരണം ഇവളുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുനടന്നു വെച്ചത്. ഇവളെ ഈ നാട്ടിൽ നിന്ന് ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ഈ 2 മക്കളെയുമായിട്ട് അവൾ ഷാലുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞോണ്ടാ വിളിക്കണേ, എടാ എനിക്കൊരു പ്രശ്നമുണ്ടടാ. ഞാൻ ചിന്ത പറ്റി, എടാ ഷാലുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ എൻ്റെ മക്കള് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ നിന്നാൽ മതി, പിള്ളേരെയുമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷാലു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നീ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നു പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ വന്നു, 2-3 ദിവസം നിന്നു പോന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നന്ദിയില്ലാത്ത വർത്താനം. എനിക്ക് ആ ഒരു ഇതിലൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പണ്ടേ ഞാൻ ഈ വീഡിയോ കിട്ടാനായിരുന്നു. കൂടെ നിന്ന് ചതിക്കാൻ ഇതുപോലത്തെ ഒരു കൂട്ടുകാരത്തി പറയില്ല. കൂടെ നിന്ന് ചതിക്കാൻ. നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ കോളിൽ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുത്തിട്ട് എടി സോറി എടി അറിയാണ്ട് പറ്റിപ്പോയടി, അത് എൻ്റെ കൈ തട്ടി കോള് പോയതാണ്, അങ്ങനെ വരെ പറയാനായിട്ട് ഒരു ഉൾപ്പില്ലാത്തവളാണ് സജന. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് എല്ലാം തമ്മി തല്ലിപ്പിക്കാൻ നോക്കുക. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ലൈഫിനൊക്കെ ഈ സാധനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സത്യം പറഞ്ഞിട്ടെ, ഈ നെഗറ്റിവിറ്റി ഇതെല്ലാം ചെയ്ത് വെച്ച് പവിത്രയായ സജന വേറെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളെ പറയാം അവൾക്ക് അവിഹിതമാണ്, അവൾ ആ ആണിൻ്റെ കൂടെയാണ്, അവൾ ഈ ആണിൻ്റെ കൂടെയാണ്, അവൾ ആ മറ്റാണിൻ്റെ കൂടെ. എന്തിനങ്ങനെ പറയണ? ഇവൾ ആരുടെ കൂടെയാണ് അവൾ ആദ്യം ചിന്തിക്കണ്ടേ? എന്നിട്ട് റസൂൽ പൂക്കുട്ടിയിൽ ഒതുങ്ങിയോ? അയാളിൽ ഒതുങ്ങാൻ പോണില്ല. MDMA വലിച്ചു കയറ്റണ സജനയില്ലേ, ഞാൻ എൻ്റെ പൊന്നെ, ഞാൻ ഇട്ടുകാരുണ്ട്. ഞാനതെല്ലാം ആവശ്യം വന്നാലും എല്ലാം എടുത്ത് ഞാൻ ഇടും. വലിച്ചു കയറ്റണതും കിറിങ്ങി നടക്കണതും പാട്ട് പാടണതും ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് ഇപ്പം അവൾക്ക് ജയിക്കാൻ വേണ്ടി ഇവള് തന്നെ ഇവളുടെ വീഡിയോയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് റസൂൽ പൂക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇടും. എന്നിട്ട് അവൾ തന്നെ ഡിലീറ്റ് ചെയ്യും. അത് എതിർക്കുന്ന ഇപ്പുറത്തേക്കുന്ന ഇങ്ങനെ പൊട്ടനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ? ആർക്കാണെങ്കിലും ഒരു ദിവസം പ്രതികരിക്കാൻ തോന്നൂലേ? അത് തന്നെയാണ് ഇപ്പോഴും തോന്നിയത്. എനിക്കിതൊക്കെ പറയാണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന നമ്മളവിടെ ആലോചിക്കും, ഒരാളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ, അവളിരുന്ന് മെഴുകണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അറിയാണ്ട് പറഞ്ഞു പോണതാ. എനിക്കിത് പറയാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ബന്ധങ്ങള് ആ അബുദാബിയിലൊക്കെ ആദ്യമായിട്ട് സജന വന്നു കഴിഞ്ഞിട്ട് അവരൊക്കെ എറിഞ്ഞിട്ടിട്ടാ പോയത്. രക്ഷപ്പെട്ട് ഓടുക സജനയുടെ അടുത്ത് നിന്ന് ഈ ആണുങ്ങൾ. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോകും ഇവര്. പിന്നെ കൂടുതൽ ഉപദേശി റസൂൽ പൂക്കുട്ടി തന്നെ കേട്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലോക്കാക്കാം. അയാൾക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരം, പിന്നെ പാർട്ടി അയാളുടെ കയ്യിലാണെന്നുള്ള അഹങ്കാരം, അയാൾക്ക് വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ഇതുണ്ടാകും. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സജന നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ ഇത്രേ പറയുള്ളൂ, റസൂൽ പൂക്കുട്ടിക്ക് ഇത് തന്നെ വേണം. അയാളുടെ വൃത്തികെട്ട ക്യാരക്ടറിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറിയ ഒരു അലമ്പ് ക്യാരക്ടറാണ് സജന. തെറ്റിപ്പോയി. സജന 100 സജന കോടി എന്ന് തന്നെ പറയണം. 100 അവൾ ഒതുങ്ങൂല, അവൾ കോടിയിലേ ഒതുങ്ങുള്ളൂ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തയാണ് എടുക്കാൻ പറ്റാണ്ട് എൻ്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല.
അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏതോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തൈൻ എടുക്കണോടെ കുറച്ച് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവൾ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവൾ കടം വാങ്ങിക്കുന്നത്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വേസ്റ്റ് ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പലരും എന്തും ചെയ്തോട്ടെ, ഇത് ചതിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടുന്ന ഒരു വ്യക്തി. MDMA എന്നൊക്കെ പറയുന്ന ചെറിയ അലിഗേഷൻ അല്ല. ഡിയാസന MDMA അടിച്ചെന്നും കാരിയറായിരുന്നു. അവൾ വെറുതെ ഇരിക്കുന്നില്ല, അവളുള്ള സത്യം തെളിയിക്കും വീണ്ടും നീ നാളെ. പിന്നെ യൂട്യൂബേഴ്സ് വീഡിയോസ് ഇടുന്നെന്നും പറഞ്ഞ് നീ പറയുന്നത്, നമ്മൾ കൊടുക്കാത്തൊരു കാര്യം ഒരിക്കലും യൂട്യൂബേഴ്സ് ഇടത്തില്ല. അവർ പബ്ലിക്കലി പറയുന്ന കാര്യം തന്നെയാണ് ഇടുന്നത്. 99% ആൾക്കാർ അത് തന്നെ ചെയ്യുന്നത്. 1% ഉള്ളൂ, അത് ജനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ റസൂൽ പൂക്കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു യൂട്യൂബറുണ്ട് അങ്ങനെ, റസൂൽ പൂക്കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് അയാൾ ഒരിക്കൽ പോലും കുറ്റം പറയാതെ ബാക്കിയുള്ളവരുടെ ചേർത്ത് കുറ്റം ചാരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് സജിനയോട് കൂടി പറയാനുള്ളതാണ്. കാരണം ഫോണുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുഞ്ഞുമായിട്ടൊരു കണക്ഷൻ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല, നിങ്ങൾക്ക് കേസ് തരണമെന്നില്ല. പക്ഷേ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകും. ഇനിയിപ്പം എന്നെ കള്ളക്കേസ് നിങ്ങൾ കുടിക്കാലും എനിക്ക് കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിനെ വെച്ച് കളിക്കരുത്, അത് വളരെ തെറ്റാണ്. കാരണം ഇനി അവൻ എൻ്റെ കൂടെ വന്നാൽ നല്ല ഫ്യൂച്ചർ അവനുണ്ടാകും. പ്ലീസ്, അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, കുഞ്ഞിനെ വെച്ച് കളിക്കരുത്. നീ റസൂൽ പൂക്കുട്ടിയുടെ ആരോട് വേണമെങ്കിൽ ജീവിച്ചു. ഇനി എന്തൊക്കെയാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളത് വഴിയെ കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.